അക്കീരമൺ നോക്കൂ, ഇതിനെക്കുറിച്ച് താങ്കളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? തികച്ചും ഒരു തോന്നിയവാസ കഥയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്ന വിഷയം. വെച്ചാൽ വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. എനിക്ക് മനസ്സിലാകുന്നത് തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഇല്ലാത്ത ഒരു സംഗതി ഇതൊരു ബലികർമ്മമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ വേണ്ടത്ര അറിവില്ലാത്ത ആൾക്കാരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഒരിടത്തും ഇല്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിനെ നമുക്ക് മനസ്സിലാവാത്ത ഒരു സത്യം, ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാര് ഞങ്ങളൊക്കെ പുരോഹിതന്മാരാണ്, 40-40 വർഷമായിട്ട് പൂജ കഴിക്കുന്ന ആൾക്കാരാണ്. പുരോഹിതന്മാരോട് സമീപിച്ച് നമുക്കതിനകത്തൊരു സങ്കടം വരുന്നത്, ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം സുതാര്യമായി ധാർമ്മിക ബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് എന്തിനായി ഭയം? ആവശ്യമില്ലാതെ ഇതൊരു പ്രചരണ ഉപാധിയാക്കിക്കൊണ്ട് മനുഷ്യന്റെ മനസ്സാക്ഷി സൈക്കോളജിക്കലായിട്ട് തന്നെ മനുഷ്യനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് കുറെ ആൾക്കാർ ഇതൊരു സാമ്പത്തിക ലഭ്യത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു ഉപാധിയാണ്. അല്ലാണ്ട് ഇതൊന്നും ഒരു ശാസ്ത്രത്തിലും ഉള്ളതല്ല. തന്ത്രശാസ്ത്രത്തിൽ ഒരു പുരോഹിതൻ എന്ന് പറയുന്ന ആള് മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, സുതാര്യമായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും? അപ്പൊ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി അറിവില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ എല്ലാ വിഷയങ്ങളിലും. അറിവില്ലാത്ത ആൾക്കാരെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് ഇതിനെ കാണുന്നത്. ബഹുമാനായ ഡി കെ ശിവകുമാർ പറഞ്ഞത് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഇവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഒരു പൊതുപ്രവർത്തനങ്ങളായിട്ട് വരുന്ന ആൾക്കാർ സുതാര്യമായി അവിടെ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഓപ്പറേഷൻ ലോട്ടസ് വരാൻ പോകുന്നു എന്നും അങ്ങനെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നും നമുക്കറിയാവുന്നതുപോലെ കുമാരസ്വാമി അടക്കമുള്ളവർ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ്. BJP അത് നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ MLC തെരഞ്ഞെടുപ്പ് വരികയാണ്, വളരെ കെയർഫുൾ ആയിട്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇങ്ങനെ വിശ്വാസമുള്ളവർ നമ്മുടെ നാട്ടിലില്ലേ? അല്ല, വിശ്വാസമല്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 40-40 വർഷമായിട്ട് പുരോഹിതവൃത്തി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെയുള്ള പല ആൾക്കാരും ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല, ഇവർക്ക് വിജയിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പല ആൾക്കാരും പല തകിടുകളും ധരിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ എനിക്കറിയാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത് ബൗദ്ധിക ശേഷിയുള്ള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ആചാരമല്ല. ഇത് നരബലി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നു എന്നല്ലാതെ നരബലി ഒന്നുമല്ല, അങ്ങനെ ഒരു കർമ്മമില്ല. ഇതിനെക്കുറിച്ച് ഈ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഇല്ലാത്ത കുറെ കെട്ടുകഥകളാണ് ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള വിഡ്ഢിത്തങ്ങളാണ്. ഇതിലൊന്നും വിശ്വാസമുള്ള ആൾക്കാരൊന്നും ചെന്ന് വീഴരുത്. ഇങ്ങനെയുള്ള ഏർപ്പാടുകളെ പോലീസ് നടപടിയെടുത്തുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.